كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു മനോഹരമായ ഒരു രാവിലെ നമ്മളുള്ളത് അല്ലേ? പുണ്യ റബീഉൽ അവ്വൽ ഹബീബെ ഹുദ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുള്ള അനുരാഗത്തിന്റെ മാസമാണ്. നമ്മിൽ റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് ഉണ്ടോ ശരിക്കും? സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരായത്തിറങ്ങാൻ കാരണമാക്കിയത് സ്വഹാബിയുടെ സങ്കടം. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു ക്ഷീണിച്ചവശനായി പോയി അല്ലേ? ശരീരമാകെ ഒട്ടിപ്പോകുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ ചോദിക്ക, എന്താ പറ്റിയത് സൗബാനെ, എന്തു പറ്റി? യാ റസൂലല്ലാഹ്, എനിക്ക് വീട്ടില് ഇരിപ്പുറയ്ക്കാറില്ല. ഇടക്കിടക്ക് അങ്ങയെ കാണണം തോന്നും. ഞാൻ ഓടി വരും. ദൂരെ നിന്ന് അങ്ങയെ ഒന്ന് കണ്ടാ മതി നബിയെ, അങ്ങയെ ഒന്ന് കണ്ടാ മതി. ഞാൻ കണ്ട് ആസ്വദിക്കും, തിരിച്ചു വീട്ടിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അങ്ങയെ കാണണം തോന്നും. ഞാൻ ഓടി വരും. എനിക്ക് ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദം അങ്ങയെ കാണലാണ് നബിയെ. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു വേള ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, നബിയെ, ഞാനും മരിക്കും അങ്ങും വഫാത്താകും, ഞാനും മരിക്കും അങ്ങും വഫാത്താകും. ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലായിരിക്കും. അങ്ങ് മഖാമുൻ മഹ്മൂദിലല്ലേ നബിയെ? സ്വർഗത്തില് താഴെ തട്ടിലുള്ള ആളുകൾക്കൊന്നും മേലോട്ട് പോകാൻ പറ്റൂല. മേലെയുള്ളവർക്ക് താഴോട്ട് ഇറങ്ങി വരാം, പക്ഷെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ പറ്റൂല. നബിയെ, ഞാൻ താഴെ തട്ടിലാണെങ്കിൽ എനിക്ക് അങ്ങയെ കാണാൻ പറ്റുമോ യാ റസൂലല്ലാഹ്? അതോർത്തപ്പോ വെള്ളമിറങ്ങുന്നില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങയെ മതി നബിയെ. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴല്ലേ ആയത്തിറങ്ങുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നുപോയി. എന്താ പറയപ്പോ സൗബാനോട്? പക്ഷെ അല്ലാഹ് അവിടെ ഇടപെടുകയാണ്. നബിയെ, എന്നെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നടന്നാലേ അങ്ങയുടെ കൂടെയായിരിക്കും, താഴെ തട്ടിലല്ല അവരെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ വേണം. ഇപ്പൊ അള്ളാഹ് പ്രണയിച്ച ഒരേ ഒരാളുള്ളൂ. അതാരത്? അള്ളാഹ് പ്രണയിച്ച ഒരേ ഒരാളേ ഉള്ളൂ. ഒരൊറ്റ മനുഷ്യനെ അള്ളാഹ് പ്രണയിച്ചിട്ടുള്ളൂ. അതാരാ? സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളാണ്. ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മുഴുവൻ. സൂറത്തുൽ ഫാത്തിഹ നബിതങ്ങളുടെ മൗലിദാണ്. സൂറത്തുൽ ബഖറ നബിതങ്ങളുടെ മദ്ഹാണ്. നമ്മൾ കേവലം അർത്ഥം നോക്കിയിട്ട് ഇതിലിപ്പോ എവിടെ നബി? ഖുർആനിനൊരു ഉൾവായനയുണ്ട്. ഫാത്തിഹ മദ്ഹേ റസൂലാണ്, ബഖറ മദ്ഹേ റസൂലാണ്. ഖുർആൻ മുഴുവൻ 6000-ൽ ചില്ലുവാനം ആയത്തിലും ഒളിഞ്ഞു കിടക്കുന്നത് മുഹമ്മദീയത്തിന്റെ മധുരമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഖുർആൻ മുഴുവൻ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവൻ ഒറ്റ അടിമയുള്ളൂ എന്ന് തോന്നും. അതാരത്? ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടാവും. ബാക്കിയുള്ള സൃഷ്ടികൾ മുഴുവൻ ആ സൃഷ്ടിയുടെ ഫർഅകളാണ്, വേരുകളാണ്. ഇമാം ഖുശൈരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ അടിമ എന്ന് പറയാൻ പറ്റിയ ഒറ്റ ആളേ ഉള്ളൂ ലോകത്തതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ വേരുകളും ചില്ലുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് മഹബത്ത് വെച്ച മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കെ, ഹസ്ബി റബ്ബി
بسم الله الرحمن الرحيم سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم وبارك عليه وأخرجه في آخر الزمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحد فولد بوجه أخجل قمرا مفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام ونجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأته أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بالتسبيح فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته وأبتني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين كذب به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاء قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഉഷാറായിട്ട് വരണം. ഉഷാറ് കുറവുണ്ടോ? അല്ലേ? അതായത് സൗബാൻ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ, സൗബാനെ എന്നെ ഓർത്ത് നീ പട്ടിണി കിടക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് മഹബത്ത്. യഥാർത്ഥ പ്രണയമാണെങ്കിൽ വെള്ളം ഇറങ്ങോ? ഉറക്കം കിട്ടുവോ? കിട്ടൂല. ഈ പ്രണയം ഇബാദത്താണ്. കാരണം ഈ മഹബത്ത് ആരോടാ? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ബോധ്യത്തിൽ അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله رسول الله أنت منجينا غدا من
شفاعتك صفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله الله ارتكبت على الخطا ارتكبت على الخطا ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله رسول الله إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي لا إله إلا الله لا إله إلا الله رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله رسول الله ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله ഈ വരി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂടുതൽ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കും. ഇർതകബതു അലൽ ഖതാ, ഞാൻ തെറ്റുകൾക്ക് മുകളിൽ വാഹനം കയറി നബിയേ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വരിയൊക്കെ ചില ആളുകൾ ശിർക്കാക്കി കളഞ്ഞു. മഹാദല്ലാഹ്, ശിർക്കാണത്രേ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും അറിയാതെ ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണവും വണ്ണവും ഇല്ലാത്ത തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ. പരാതി പറയാണ് റസൂലുള്ളാഹിനോട്, സങ്കടം പറയാൻ. ലക്ക അഷ്കൂ, ശിക്കായത്ത് ബോധിപ്പിക്കാൻ, സങ്കടം പറയാൻ. എനിക്ക് സങ്കടം പറയാൻ എൻ്റെ നഫ്സിനേക്കാൾ അടുത്ത എൻ്റെ ഹബീബ് അല്ലാതെ ആരാളുള്ളത് അല്ലേ? ഉമ്മാനോട് സങ്കടം പറയാൻ ആൾക്കാർക്ക് കുഴപ്പമില്ല, നാട്ടുകാരോട് പറയാ കുഴപ്പമില്ല, റസൂലുള്ളാഹിനോട്, ഈ അള്ളാഹിനോട് മാത്രം. മോനെ, നമ്മുടെ സങ്കടം കേൾക്കാൻ അള്ളാഹ് നിയോഗിച്ചതാണ് മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നിസാ ആയത്ത് എപ്പോഴും നമ്മൾ ഓർക്കണം. വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും, മനുഷ്യന്മാര് സ്വന്തം നഫ്സിനോട് തെറ്റ് ചെയ്തിട്ട് ജാഊക, എവിടെ വരണം? അങ്ങയുടെ അടുക്കൽ വരണം. തെറ്റ് ചെയ്തിട്ട് എവിടെ വരണം എന്ന് പറഞ്ഞത്? അങ്ങയുടെ അടുക്കൽ വരണം. ഫസ്തഗ്ഫറുല്ലാ, എന്നിട്ട് അവർ അള്ളാഹിനോട് ദ്വാരക്കണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അങ്ങയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചപ്പോ അങ്ങ് അവർക്ക് വേണ്ടി പടച്ചോനോടൊന്ന് കൈ ഉയർത്തിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചോനേറെ പൊറുക്കുന്നവനാണ് നബിയേ. തെറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ സങ്കടം പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആരല്ലാഹിനോട് അപേക്ഷിക്കും? സയ്യിദുനാ റസൂലുള്ളാഹ്. അതാ മഹബത്തിന്റെ വ്യാപ്തിയാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത്രയും വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. മുത്തുനബിയോടുള്ള പ്രണയമാണ്. നബിയെ, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി തങ്ങളെ. ഇത് പ്രാർത്ഥനയല്ല, എന്റെ സങ്കടാണ്.
അങ്ങല്ലാതെ പടച്ചോനിലേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ടുപോകാൻ ആരാണുള്ളത് നബിയെ? ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي അവരുന്നൊക്കെ الشفاعة സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. നാളെ ദുനിയാവിൽ മാത്രമല്ല, നാളെ മരിച്ചിട്ട് നമ്മൾ അർവാഹുകളായി മഹ്ശറിൽ ചെല്ലുമ്പോ ഹബീബായി തങ്ങൾ പറയാ വസ്തഗാസു ബി ആദം നബിയുടെ അടുക്കൽ എവിടെ? അള്ളാഹ് ജഡ്ജ്മെന്റിനായി മുമ്പിലിരിക്കുന്നുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ വെച്ചും നമ്മൾ ഓടുന്നത് ആരിലേക്കാ? അമ്പിയാക്കളുടെ അടുക്കലേക്കാണ്. സ്വഹീഹായ ഹദീസ് അല്ലേ? ദുനിയാവിൽ ശിർക്ക്, അള്ളാന്റെ മുമ്പിൽ തൗഹീദാവോ? അത് ആവോ? അള്ളാന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ഓടും ആദം നബിയുടെ അടുക്കലേക്ക്. ആദം നബിയെ ഉപ്പ സഹായിക്കണേ. മക്കളെ, വാപ്പാടെ കാര്യം തന്നെ പ്രയാസത്തിലാ, പറ്റൂല, നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് പോയിക്കോ. നൂഹ് നബി സുമ്മ ബിൻ നൂഹ്, നൂഹ് നബി പറയും പറ്റൂല, മൂസാ നബിയും പറ്റൂല, ഈസാ നബിയും പറ്റൂല. അവസാനം ഞാനുണ്ട് നിങ്ങൾക്ക്, സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതാണ് ഇർതകബത്തു, ഇതാണ് അഷ്ഫാ. ഞാനുണ്ട്, നിങ്ങൾ കരയണ്ട. മക്കൾ വാപ്പായുമായി തിരിഞ്ഞു നോക്കൂല, നമ്മളെ കെട്ടിയോള് തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല. ആകെ ഉണ്ടാകുന്നത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു. അഷ്ഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അള്ളാഹ് പ്രണയിച്ച ഒറ്റ മനുഷ്യനുള്ളൂ, ഒറ്റ സൃഷ്ടിയുള്ളൂ. ആരാണത്? സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹ് പ്രണയിച്ചത് അതല്ലേ? ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന. പടച്ചോന്റെ നിരന്തരമായിട്ടുള്ള പരിപാടി എന്താ? റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെയ്യലാണ്. അങ്ങനെ ഏതെങ്കിലും നബിയെ, ഒരു സൃഷ്ടിയെ അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ മുഴുവൻ ആരുടെ മദ്ഹാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. ഫാത്തിഹയും ആരുടെ മദ്ഹാണ്? കാരണം ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന ഒരു മുഹമ്മദ് ഉണ്ട്. അർറഹ്മാൻ റഹീമിന്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന ഒരു മുഹമ്മദീയത്തുണ്ട്. റബ്ബുൽ ആലമീന്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഉണ്ട്. വിശാലമാണ്. ഖുർആൻ മുഴുവൻ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അത് റസൂലുള്ളാഹിയെ പ്രണയിക്കുമ്പോ അള്ളാഹ് നമുക്ക് തുറന്നു തരുന്ന സംഗതിയാണ്. നമുക്ക് ശരിയൊക്കെ പറയുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരുടെയും സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെ? തെറ്റുകളൊക്കെ ചെയ്തപ്പോ അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ, പിന്നെ സ്വാലിഹ് നബിയുടെ സമൂഹത്തെ, ഒരുപാട് സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹ് തങ്ങളുടെ സമൂഹത്തെയോ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ അങ്ങുള്ള കാലത്തോളം അവരെ ഞാൻ നശിപ്പിക്കില്ല നബിയേ. അങ്ങുണ്ടായിരിക്കെ നശിപ്പിക്കൂലെന്ന്. ഇന്ന് ആ ഹബീബായ തങ്ങൾ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ നശിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളോട് ഉണർത്തിയിട്ടുണ്ട്, ഇമാം നബവി തങ്ങളൊക്കെ പഠിപ്പിച്ചത്, ആദ്യം നിങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത് അള്ളാഹിനെ കുറിച്ചല്ല, ആദ്യം പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ തങ്ങളെക്കുറിച്ചാണ്. തങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചാൽ യഥാർത്ഥ റബ്ബിനെ, അള്ളാഹുവിനെ ആ കുട്ടി തിരിച്ചറിയും. നിങ്ങൾ നേരിട്ട് അള്ളാഹിനെ പഠിപ്പിക്കാൻ പോയാൽ നിങ്ങളുടെ മക്കൾ വഴികേടിലായി പോവും. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫയിലൂടെ അറിയണമാരെ അള്ളാഹുവിനെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയേ റഹ്മത്തായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല. ഇപ്പൊ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹ്, അല്ല ഇവരിലെ സംഗതി ഞാൻ റഹ്മത്താണല്ലോ, നിങ്ങൾക്ക് എന്റെ റഹ്മത്ത് കിട്ടിയില്ലേ? ഉണ്ട് നബിയെ എനിക്കുണ്ടായിട്ടുണ്ടല്ലോ. കാരണം ലക്ഷക്കണക്കിന് വർഷം ഞാൻ പേടിച്ചവിടെ ജീവിച്ചത്. കാരണം എന്താ? ഇബ്ലീസിന്
അള്ളാഹു തആല അദാബ് കൊടുത്തപ്പോ ഇബ്ലീസിനെ പുറത്താക്കിയത് മുതൽ ഞാൻ പേടിച്ച് വിറക്കാൻ തുടങ്ങി. എപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരിക എന്നറിയില്ലല്ലോ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ അങ്ങനെ ഞാൻ പേടിച്ച് വർഷങ്ങളോളം കഴിയുന്നതിൻ്റെ ഇടക്കാണ് അള്ളാഹ് ഒരു ആയത്തിറക്കിയിട്ട് എൻ്റെ അടുക്കൽ തങ്ങളിലേക്ക് അവതരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു തന്നത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين ذو قوة عند ذي العرش مكين سبحان الله مطاع ثم أمين. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയും കൊണ്ടുപോകുന്ന ജിബ്രീലിനെ കുറിച്ച് അള്ളാഹ് പറയാ, വിശ്വസ്തനാണ്. നബിയെ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാനങ്ങനെ ആകുമായിരുന്നില്ലല്ലോ നബിയെ. എനിക്ക് കിട്ടിയതും അങ്ങയുടെ റഹ്മത്താണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ നിങ്ങൾ നോക്കി, എല്ലാ നബിമാർക്കും പേര് നിശ്ചയിച്ചത് ആരാണ്? ആരാ എല്ലാ നബിമാർക്കും പേര് നിശ്ചയിച്ചത്? അള്ളാഹു തന്നെയാണ്. ആദം അർത്ഥം എന്താ? ചുവന്ന മണ്ണിന്റെ പുത്രൻ എന്നാണ്. ചുവന്ന മണ്ണിന്റെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അർത്ഥം എന്താ? മൂസ എന്ന പേരിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് കണ്ടു കിട്ടിയവൻ എന്നാണ്. ഇബ്രാഹിം ഒരു ജനതയുടെ പിതാവ് എന്നാണ്. എന്നാ ഒരാൾക്കും അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു പേരാണ് ആർക്കുള്ളത്? പരിശുദ്ധ റസൂൽ. ഒറ്റ നബിമാർക്കും ആ പേരിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റൂല. കാരണം എന്താ? അൽഹംദുലില്ലാഹി. എല്ലാ നബിമാർക്കും അള്ളാഹ് ഇറക്കി കൊടുത്ത സാധനമാണ് അൽഹംദുലില്ലാ, അല്ലെ? സർവസ്തുതിയും ആർക്ക് മാത്രം? അപ്പൊ അങ്ങനെ ഒരു പേര് വെക്കാൻ പറ്റുമോ? മുഹമ്മദ് എന്ന് പറഞ്ഞ എന്താ? സ്തുത്യർഹൻ എന്നാണ്. സ്തുത്യർഹൻ ആരാണ് യഥാർത്ഥത്തില്? ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഒറ്റ നബി പോലും ആ പേര് വെക്കുന്നത് പേടിച്ചിരുന്നു എന്നാണ്. ഒരൊറ്റ നബിയും തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടില്ല. ഒറ്റ നബിയും പേര് വെച്ചിട്ടില്ല. പക്ഷെ അള്ളാഹ് തന്നെ സ്തുത്യർഹൻ എന്ന് അങ്ങോട്ട് പേര് വെച്ചു കൊടുക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹ് പ്രണയിച്ച ഒറ്റ മനുഷ്യനേ ഉള്ളൂ, അത് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങള്, ഈ അള്ളാനെ അറിഞ്ഞ സൂഫിയാക്കളായ മഹാന്മാര് പറയും, നമ്മുടെ നഫ്സ് കൊടുക്കേണ്ടത് ആർക്കാ? അള്ളാഹ്ക്കാണോ റസൂലുള്ളാഹിക്കാണോ? ആർക്ക് കൊടുക്കണം? റസൂലുള്ളാഹിക്ക് കൊടുക്കണം. റസൂലുള്ളാഹ് അള്ളാഹുവിലേക്ക് അത് വാസിലാക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അടുത്ത് ആരുണ്ട്? കണ്ഠനാടി എവിടെയാ? നെഫ്സിന്റെ പുറത്താ. നെഫ്സിന്റെ, നിങ്ങൾ മനസ്സിലാവണോ? പറഞ്ഞ മനസ്സിലാവണ്ടോ? കണ്ഠനാടി എവിടെയാണ്? നെഫ്സിന്റെ പുറത്താണ്, അല്ലേ? അല്ലെങ്കിൽ നെഫ്സിനോട് ചേർന്നിട്ടാണ്. എന്നാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നെഫ്സിന്റെ ഉള്ളിലാണ് ആരുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളുടെ നെഫ്സിന്റെ ഉള്ളിലാണ് മുഹമ്മദ് മുസ്തഫയുള്ളത്. ആ മുഹമ്മദ് മുസ്തഫക്ക് നിന്റെ നെഫ്സിനെ നീ കൊടുത്തു കഴിഞ്ഞാൽ ആ മുഹമ്മദ് മുസ്തഫ ഹബ്ലുൽ വരീദിലുള്ള റബ്ബുൽ ആലമീനിലേക്ക് നിന്നെ വാസിലാക്കി തരുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ നേരിട്ട് കൊടുക്കാൻ നമ്മൾ കാഫിറായി പോകുന്നവരെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫയെ അറിയണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഗാറു സൗറിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ട് വരുന്നില്ലേ ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കൊടുത്തൊരു ഉദാഹരണമാണ് പറയണത്. എല്ലാ ദ്വാരങ്ങളും അബൂബക്കർ അടയ്ക്കുന്നുണ്ട്. ഒറ്റ ദ്വാരം അടക്കാനായിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോ തന്റെ കാലിന്റെ വിരൽ വെച്ച് ഇങ്ങനെ അടക്കാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. പുണ്യനബി അബൂബക്കറിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്നല്ലേ പാമ്പിന്റെ കൊത്തി കേൾക്കുന്നത്, അല്ലേ? അനങ്ങി അബൂബക്കർ ഇല്ല. അവിടെ എന്റെ കാലിനേക്കാൾ വലുത് എന്റെ റസൂലുള്ളാഹിയാണ്, അല്ലേ? അവിടെ അബൂബക്കറിന്റെ കാലല്ല, അവിടെ റസൂലുള്ളാഹിയാണ് വലുത്. എന്നെക്കാൾ വലുത് മിൻ അൻഫുസിഹിം, എന്നെക്കാൾ വലുത് ആരാണ്? എന്റെ റസൂലുള്ളാഹിയാണ്. അല്ലെങ്കിൽ വേദന എടുക്കാഞ്ഞിട്ടല്ല. ഒറ്റക്കാണ് അബൂബക്കറെങ്കിൽ കാല് കിടന്ന് പെടഞ്ഞു പോയനെ. ഒരു പാമ്പ് കൊത്തിയതല്ലേ സഹിക്കാൻ പറ്റും നമുക്ക്? ലോകത്തിന്റെ നേതാവ് കാലിന്റെ ആ മടിയിൽ ഇങ്ങനെ കിടക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോ സ്വാഭാവികമാണല്ലോ, മനുഷ്യന്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീര് വരൂലേ? വന്നുപോയി. നബിതങ്ങൾ ഇങ്ങനെ ചാടി എണീക്കാൻ. എന്തു പറ്റി അബൂബക്കർ? പറയായിരുന്നില്ലേ? അതിനിവിടെ അബൂബക്കർ ഇല്ലല്ലോ നബിയെ, ഇത് അങ്ങയുടേതല്ലേ നബിയെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. അബൂബക്കറിന്റെ കാലല്ലല്ലോ, അങ്ങനല്ലേ? അബൂബക്കറിന്റെ കാലല്ലത്, പിന്നെ ആരുടേതത്? അതായത് അത്രത്തോളം എല്ലാം ആരിൽ സമർപ്പിച്ചിട്ടുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു വേള നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അബൂബക്കറിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെയും പൈസ എനിക്ക് ദീനിന് ഉപകാരപ്പെട്ടിട്ടില്ല. ആ മനുഷ്യരിന്ന് കരയാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ കണ്ടാ എന്നെ റസൂലുള്ളാഹ് പരിഗണിച്ചിട്ടുണ്ട്, എല്ലാവരും മുമ്പിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സെറ്റപ്പായി. അബൂബക്കർ തങ്ങളിരുന്ന് കരയാൻ. എന്താ കരയുന്നത്?
അബൂബക്കറിന്റെ പൈസ എന്ന് പറഞ്ഞില്ലേ നബിയെ? അങ്ങയുടേതല്ലേ നബിയെ? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. അതുപോലും ഒന്ന് ആലോചിക്കും. ഇതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നഫ്സിനേക്കാൾ തന്റെ നഫ്സിനെ ആർക്ക് കൊടുത്തു? ആ റസൂലുള്ളാഹി ആരിലേക്ക് എത്തിച്ചു? അള്ളാഹുവിലേക്ക് വാസിലാക്കി കൊടുത്തു. ആ മുഹമ്മദീയത്തിലൂടെ യാത്ര ചെയ്യണം. അതാണ് ഈ റബീഉൽ അവ്വലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുക സർവ്വസ്വത്തേക്കാളും. എത്ര ആശങ്ക നബിതങ്ങൾക്ക്. നബിതങ്ങൾ എന്തിനെ പറഞ്ഞു? രാത്രി കിടക്കാൻ നേരത്ത് മക്കളെ വിരിപ്പൊന്ന് കൊട്ടിയിട്ട് കിടക്കണോട്ടാ. പേടിയാണ് മുത്തുനബിക്ക്. എന്റെ ഉമ്മത്തിന് വല്ല വിഷമേൽക്കുവോ? ആശങ്ക. ഒരു വാപ്പ പറയൂലേ, അതിലപ്പുറത്ത് ഡെയിലി വിരിപ്പ് കൊട്ടാതെ പോയി അവിടെ പോയി കിടക്കരുത്. കാരണം വല്ല പ്രാണി എന്റെ മക്കൾ ഉപദ്രവിച്ചേക്കും അല്ലേ. പാത്രം തുറന്നു വെച്ചിട്ട് അടുക്കളയിലും നിങ്ങൾ പോകരുത്, മൂടി വെക്കണം, വല്ല അപകടം ഉണ്ടായേക്കും. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചു തരണേ? നമ്മളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രകടനമാണതൊക്കെ. സുന്നത്തിനെ ആ ലെവലിൽ മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതല്ല ഏത്? സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ആമീമി മൗലായ. ولن يطيق رسول الله جاهك بي إذا الكريم تحلى باسمي منتقمي مولاي صل وسلم دائما أبدا فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمام مولاي لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي والتف بعبدك في دارين إن له صبرا متى تدعه الأهوال ينهزم مولاي صل وسلم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسلم
ساجئمي مولاي صل وسلم والآل وصحبي ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي لهم مار الناحات عذابات الباني ريح صابا وأطرب العيساح بالعيس بالنغم مولاي ثم الديض عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബേ ഹുദ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത്, അത് ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം റസൂലുള്ളാഹിനെ പ്രണയിക്കലാണ്. പടച്ചോനെ, മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നീ ആ പ്രണയത്തിന്റെ സുഖം അനുഭവിപ്പിക്കണേ അല്ലാ. ആ പ്രണയം ആസ്വദിക്കാതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ. അതുപോലൊരു ലദ്ദത്ത് സുഖം വേറെ ഇല്ല എന്നാണ്. റസൂലുള്ളാഹിനെ അനുഭവിക്കുക, ദുനിയാവിൽ അനുഭവിക്കണം, നാളെ ആഖിറത്തിലും റസൂലുള്ളാഹിനെ അനുഭവിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് മുഹമ്മദിൽ ലയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. നാളെ പുതിയ വാഹനം എടുക്കുകയാണ്. തൊഴിലിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. അദ്ദേഹത്തിന്റെ തൊഴിലിലും മറ്റു മേഖലകളിലും അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരുണക്കടലായ റബ്ബ് ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിന്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയും കുടുംബത്തിൽ ഐശ്വര്യവും ബറക്കത്തും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടിയും മകന് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. മൗലിദിന്റെ സദസ്സിലേക്ക് ചീരണി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ട പിതാവിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബർസഖ് അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ മദദ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സർജറിക്ക് വിധേയനായ ഒരു സഹോദരൻ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അല്ലാഹു സുബ്ഹാന അദ്ദേഹത്തിന് ആജിലും കാമിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സർവരെ ആലം സർക്കാരെ ദോ ആലം നൂറേ മുജസ്സം നൂറേ മുജസ്സം നൂറുൽ അവ്വലീന വൽ ആഖിരീൻ താജുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അനീസുൽ ഗരീബീൻ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാ, മദദ് നൽകണേ അല്ലാ. ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, മുത്ത് നബിയെ പ്രണയിക്കാൻ, ആ പ്രണയത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, നൂറ് മുഹമ്മദിൽ ലയിക്കാൻ നിന്റെ കാരുണ്യം കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനിൽ വർദ്ധനവ് നൽകണേ അല്ലാ. ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. ഖൽബിൽ വിശാലത നൽകണേ അല്ലാ. പാപമോചനം നൽകണേ അല്ലാ. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. നിന്റെ ഹബീബിന്റെ യഥാർത്ഥ ഉമ്മത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, നിന്റെ ഹബീബിനെ മഹബത്ത് വെച്ചുകൊണ്ട് ഈ മജ്ലിസിലേക്ക് ചീരണികൾ ചെന്നവരുണ്ട്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ കബറിടം സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നവർ എല്ലാവർക്കും ഹബീബിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ. ഹബീബായ തങ്ങളെ കാണാനും വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. ആ ഇസ്തിഖാമ ലഭിച്ചതിന് ശേഷം ഹബീബിനെ ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ. അതബോടെ മദീനയിൽ ചെല്ലാൻ, അതബോടെ സിയാറത്ത് ചെയ്യാൻ, ഹബീബിനെ ഖൽബിന്റെ കണ്ണുകൊണ്ട് ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. പടച്ചവനെ, അവസാനം ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആ പുഞ്ചിരിക്കുന്ന പൂവദനമൊന്ന് കാണാൻ, ഹബീബാൽ യാത്രയേക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ, ഹബീബിന്റെ തിരുവദനം കണ്ട് ഷഹാദത്ത് ചൊല്ലി ലോകത്ത് നിന്ന് വിട പറയാൻ നിന്റെ ഔദാര്യം കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സ് കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.